നമസ്കാരം. എക്സ് ഫാക്ടർ സ്പെഷ്യൽ ഇലക്ഷൻ ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധി നിർണ്ണയിക്കുന്ന, വിധിയെ സ്വാധീനിക്കുന്ന സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെ കക്ഷിനില, സഖ്യങ്ങൾ, സാധ്യതകൾ, അതാണ് പരിശോധിക്കുന്നത്. ആദ്യം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിലേക്കാണ്, ഉത്തർപ്രദേശ്. RSSന്റെയും BJPയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായ അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമായ വർഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് സാധ്യതകൾ? AR സഹായത്തോടെ, വിദഗ്ധരുടെ വിശകലനത്തോടെ പരിശോധിക്കാം. എക്സ് ഫാക്ടർ സ്പെഷ്യൽ ഇലക്ഷൻ ഷോ. ഹിന്ദി ഹൃദയഭൂമി എന്ന് വിളിക്കുന്ന രാഷ്ട്രീയ ഭൂമികയിൽ ഇന്ത്യയുടെ ഭരണചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള സംസ്ഥാനം. ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെ 9 പ്രധാനമന്ത്രിമാരെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ച ഇടം. രാജ്യത്തെ ജനസംഖ്യയുടെ 16% പേരും ഉത്തർപ്രദേശിലാണ്. അതുകൊണ്ട് തന്നെ ആകെ 546 ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 80 UP യിൽ നിന്നാണ്. UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായിരുന്നു ഉത്തർപ്രദേശ്. എന്നാൽ 90കളോടെ കോൺഗ്രസ് ദുർബലമാകുന്നതാണ് കണ്ടത്. OBC, ദളിത് പാർട്ടികൾ, ബഹുജൻ സമാജ്വാദി പാർട്ടിയും ശക്തി പ്രാപിച്ചതോടെ വലിയ രാഷ്ട്രീയ മാറ്റമാണ് UP യിൽ കണ്ടത്. വികസനമെന്ന തുറുപ്പുചീട്ടും ഹിന്ദുത്വ കാർഡുമായി എത്തിയ BJP ഭരണം പിടിച്ചു. ഇന്നിപ്പോൾ BJPയുടെ ശക്തി കേന്ദ്രമാണ് UP. 400 സീറ്റ് കടക്കുമെന്ന് മോദി വാദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ MPമാരെ UP യിൽ തന്നെയാണ് ഇന്ത്യയെ കണ്ണുവെക്കുന്നത്. കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ലഭിച്ചത് സോണിയാഗാന്ധിയുടെ റായ് ബറേലി മാത്രം. അമേഠിയിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു. വാരാണസിയിൽ നിന്നും നരേന്ദ്രമോദി വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പടിപടിയായുള്ള വീഴ്ചയും BJPയുടെ ഉയർച്ചയും കണക്കുകളിലൂടെ നോക്കാം. 2009 കണക്ക് നോക്കാം. 2009 കണക്ക് പരിശോധിച്ചാൽ സമാജ്വാദി പാർട്ടി 23.3% വോട്ട് നേടി 23 സീറ്റിൽ ജയിക്കുകയായിരുന്നു. കോൺഗ്രസിന് പിടിക്കാനായത് 18.3% വോട്ടാണ്, 21 സീറ്റിൽ വിജയം. കോൺഗ്രസിനേക്കാൾ വോട്ട് വിഹിതം BSPക്ക് നേടാനായി. 27.4% വോട്ട് നേടി 20 സീറ്റുകളിലാണ് BSP ജയിച്ചത്. 17.5% വോട്ടുമായി BJP 10 സീറ്റുകളാണ് നേടിയത്. 3.3% വോട്ടുമായി രാഷ്ട്രീയ ലോക്ദൾ 5 സീറ്റിൽ ജയിച്ചു. ഇനി 2014 വരണം. 2014 എത്തുമ്പോഴേക്കും കാര്യങ്ങൾ അപ്പാടെ മാറി മറിയുകയാണ്. രാജ്യത്താകെ അലയടിച്ച BJP തരംഗത്തിൽ 42.6% വോട്ട് പിടിക്കാനാണ് BJPക്ക് സാധിച്ചത്. അതായത് പകുതിക്കടുത്ത് BJP നേടി. ആകെ 80 സീറ്റുകളിൽ 71 എണ്ണത്തിലും BJP ജയിച്ചു കയറി. സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ശതമാനത്തിൽ വലിയ കുറവുണ്ടായില്ല എങ്കിലും മിക്ക സിറ്റിംഗ് സീറ്റുകളും നഷ്ടമായി സമാജ്വാദി പാർട്ടിക്ക്. 22.3% വോട്ട് നേടിയ എസ്പിക്ക് ലഭിച്ചത് 5 സീറ്റാണ്. കോൺഗ്രസ് 2 സീറ്റിൽ ഒതുങ്ങി തകർന്നടിഞ്ഞു. പകുതിയിലധികം വോട്ടുകൾ കുറഞ്ഞ് 7.5% വോട്ടാണ് കോൺഗ്രസിന് ലഭിച്ചത്. BSPക്കാകട്ടെ ഒറ്റ സീറ്റും പോലും ലഭിച്ചുമില്ല. ഇനി 2019 അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ BJPക്ക് സിറ്റിംഗ് സീറ്റുകളിൽ ചിലത് നഷ്ടമായെങ്കിലും 50% വോട്ട് UP യിൽ BJP പിടിച്ചു. 62 സീറ്റാണ് BJP 2019 നേടിയത്. BSP പക്ഷേ നില അല്പം മെച്ചപ്പെടുത്തി. 19.4% വോട്ട് പിടിച്ച BSP സീറ്റ് നില 5-ൽ നിന്ന് 10 ഉയർത്തി. സമാജ്വാദി പാർട്ടി 18.1% വോട്ട് പിടിച്ച് 5 സീറ്റാണ് നേടിയത്. അപ്നാദൾ 2 സീറ്റ് പിടിച്ചപ്പോൾ കോൺഗ്രസ് റായ് ബറേലി എന്ന ഒറ്റ സീറ്റിൽ 2019 ഒതുങ്ങി. വോട്ട് ശതമാനം പിന്നെയും കുറഞ്ഞ് 6.4% ചുരുങ്ങി. അതായത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഉത്തർപ്രദേശിലെ വോട്ടുകൾ ചോർന്ന് ഇല്ലാതായി എന്ന് തന്നെ കാണാം. BJP കൂടുതൽ കരുത്താർജിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. പകുതിയിലധികം വോട്ട് ശതമാനം BJPക്കുണ്ട്. ബാബറി മസ്ജിദ് തകർത്ത ഇടത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന രാമക്ഷേത്ര പ്രതിഷ്ഠ, ജയ് ശ്രീറാം വിളികൊണ്ട് മുഖരിതമായ അയോധ്യ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കും? മുഖഛായ മാറ്റിയ അയോധ്യയ്ക്കായി കുടിയൊഴിക്കപ്പെട്ടവരുടെ കണ്ണീർ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? വിശകലനവുമായി ദ ഹിന്ദു റെസിഡന്റ് എഡിറ്റർ വർഗീസ് കെ ജോർജ് നമ്മോടൊപ്പമുണ്ട്. ശ്രീ വർഗീസ് കെ ജോർജ്, ഇപ്പോൾ അയോധ്യ രാജ്യത്താകെ തന്നെ വലിയ നേട്ടമുണ്ടാക്കി തരുമെന്നുള്ള പ്രതീക്ഷയാണ് BJPക്ക്. പക്ഷേ UP യിൽ അയോധ്യ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ വിശകലനം ചെയ്യുന്നത്? ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ അവിടെ മാറിയിരിക്കുന്നു. രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടാതെ അവിടെയുള്ളവർ, അവിടെ കഴിഞ്ഞിരുന്ന, നേരത്തെ ജീവിച്ചിരുന്ന സാധാരണക്കാർ അവിടെ നിന്ന് കുടിയൊഴിക്കപ്പെടുന്നു എന്നൊരു പ്രശ്നവും നിലനിൽക്കുന്നു. അപ്പോൾ ഏത് രൂപത്തിലാണ് അയോധ്യ UP യിൽ പ്രതിഫലിക്കുക? ഉത്തർപ്രദേശിൽ എത്രമാത്രം അയോധ്യയുടെ പ്രതിഫലനം ഒരു രാഷ്ട്രീയ
തലത്തിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർലി വോട്ടിംഗ് പാറ്റേൺസിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയുകയില്ല. കാരണം BJP അയോധ്യ മാത്രം കൊണ്ട് വിജയിക്കും എന്ന് BJPക്ക് ആ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ BJP അതിനുശേഷം നടത്തിയിട്ടുള്ള പല രാഷ്ട്രീയ നീക്കങ്ങളും ഒരുപക്ഷെ അവർ നടത്തുകയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പാചകവാതകത്തിൻ്റെ വില കുറച്ചുകൊണ്ടുള്ള പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ സബ്സിഡൈസ്ഡ് സ്കീമിൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ള പാചകവാത ഉപഭോക്താക്കളുടെ വില കുറയ്ക്കുന്നതിനുള്ള തീരുമാനം, അതടക്കമുള്ള പല തീരുമാനങ്ങളും BJP അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മാത്രം ആയിരിക്കുകയില്ല തങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ 24 കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത്. യെസ്, അയോധ്യ BJPയുടെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു. അത് ഈ വർഷവും അത് തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് BJPയുടെ രാഷ്ട്രീയ അജണ്ടകളുടെ പല ഘടകങ്ങളിലെ ഒരു ഘടകം മാത്രമാണ്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ പോയി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർട്ടിക്കിൾ 370 മാറ്റിയതിനെപ്പറ്റി അദ്ദേഹം നടത്തിയ പ്രസംഗം അത് ജമ്മു കാശ്മീരിലെ ജനങ്ങളെക്കാൾ അഭിസംബോധന ചെയ്യുന്നതിലപ്പുറമായി ബാക്കി ജമ്മു കാശ്മീരിന് വെളിയിലുള്ള വോട്ടർമാരെ ആകർഷിക്കുന്നതിനുള്ള ഒരു തന്ത്രമായാണ് അതിനെ വിനിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അയോധ്യ കൊണ്ട് മാത്രം BJPക്ക് ഇലക്ഷൻ ജയിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, അയോധ്യയ്ക്ക് ഒരു പക്ഷെങ്കിൽ BJP ആഗ്രഹിച്ചിരുന്ന രീതിയിൽ ഉള്ള ഒരു രാഷ്ട്രീയ ചലനം ദേശം ആകെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയാസ്പദമാണ്. അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തായിട്ടുള്ള പല ഘടകങ്ങളും ജനങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട്. വിലക്കയറ്റം അടക്കമുള്ള ഫാർമേഴ്സിൻ്റെ ഇഷ്യൂസ് അടക്കമുള്ള പല രീതിയിലുള്ള പല വിഷയങ്ങളും ജനങ്ങളെ ചിന്താകുലരാക്കുന്നു. അതുകൊണ്ട് തന്നെ അത് BJPയെയും ചിന്താകുലരാക്കുന്നു. അയോധ്യ കൊണ്ട് മാത്രം BJP ജയിക്കാമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. UP രാഷ്ട്രീയം പ്രവചനാതീതമാണ്. ഓരോ തവണ പോളിംഗ് ബൂത്തിലെത്തുമ്പോഴും ഉത്തർപ്രദേശിലേക്ക് ഏവരും ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ സാമുദായിക സമവാക്യങ്ങൾ വോട്ട് ബാങ്കിൽ കൃത്യമായ സ്വാധീനം ചെലുത്തുന്നത് കാണാം. മണ്ഡൽ കമണ്ഡൽ കലാപങ്ങൾ അതിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ്. അതായത് സംവരണ ആനുകൂല്യങ്ങൾ കിട്ടുന്നവരും അതിനെ എതിർക്കുന്നവരും തമ്മിലുണ്ടായ സംഘർഷങ്ങൾ ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യത്താകെ സ്വാധീനം ചെലുത്തി, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ. BSPക്കും സമാജ്വാദി പാർട്ടിക്കുമുള്ള വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയതിനൊപ്പം മറ്റ് അസംതൃപ്ത വിഭാഗങ്ങളെയെല്ലാം കൂടെ കൂട്ടാനായത് BJPക്ക് കരുത്തായി. വോട്ട് ശതമാനം പരിശോധിച്ചാൽ ഹിന്ദു വിഭാഗങ്ങൾക്ക് 79.73% വോട്ടാണ് ഉള്ളത്. മുസ്ലിം വിഭാഗങ്ങൾക്കാട്ടെ 19.26% വോട്ട്. മറ്റുള്ളവർക്ക് അത് വെറും 1%. ഇനി മുന്നാക്ക വിഭാഗങ്ങളുടെ പരിശോധിച്ചാൽ മുന്നോക്ക വിഭാഗങ്ങൾക്ക് 18 മുതൽ 20% വരെയാണ് വോട്ടുള്ളത്. ഇനി പിന്നാക്ക വിഭാഗങ്ങൾക്കാകട്ടെ 42 മുതൽ 45% വരെയാണുള്ളത്. ദളിത് വിഭാഗങ്ങൾക്കാകട്ടെ 21 മുതൽ 22% വരെയും വോട്ടുകളുണ്ട്. ഇതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണ രാഷ്ട്രീയ ലോക്ദളും BJPയിലേക്ക് അടുക്കുകയാണ്. രാഷ്ട്രീയ ലോക്ദൾ സ്ഥാപകൻ ചൗധരി ചരൺ സിംഗിന് ഭാരത് രത്ന നൽകിയത് വഴി പേരക്കുട്ടിയായ ജയന്ത് ചൗധരിയെയും പാർട്ടിയെയും NDAയിലേക്ക് അടുപ്പിക്കുകയാണ് BJP. പക്ഷേ കർഷക സമരം, കർഷകരുടെ മരണം ജാട്ട് വോട്ടിൽ വിള്ളൽ വീഴ്ത്തുമോ എന്നാണ് അറിയേണ്ടത്. ശ്രീ വർഗീസ് കെ ജോർജ്, ഇപ്പോൾ RLD ഒരു വലിയ നേട്ടമാകും, NDAയിലേക്ക് അടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് BJPക്കുള്ളത്. അങ്ങനെ ഒരു പ്രതികരണം ജയന്ത് ചൗധരി നടത്തുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് അവിടെ കർഷക സമരമുണ്ടായത്, കർഷകരുടെ മരണമുണ്ടായത്. അത് ഏത് രൂപത്തിലാണ് പ്രതിഫലിക്കുക? ഇപ്പോൾ അങ്ങോട്ട് എത്തിയെന്നും പറയാറായിട്ടില്ല, പുറപ്പെട്ട് കഴിയുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയായിരിക്കും ജാട്ട് വോട്ട് വരിക UPയിൽ? ജാട്ട് വോട്ടുകൾ ഉത്തർപ്രദേശിൽ BJPയോട് വളരെ ഒരു BJPയുടെ രാഷ്ട്രീയത്തോടെ പരിപൂർണമായ മാനസിക യോജിപ്പില്ലാതെ പല രീതിയിലും BJPയെ എതിർത്തുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാന ഹിന്ദു സമൂഹ വിഭാഗങ്ങളാണ് യാദവരും ജാട്ട് കമ്മ്യൂണിറ്റിയും. അപ്പോൾ യാദവർക്ക് അവരുടേതായ അല്ലെങ്കിൽ യാദവർക്ക് പ്രാധാന്യം ഉണ്ടെന്ന് പറയപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് സമാജ്വാദി പാർട്ടി. അതേപോലെ തന്നെ ജാട്ടുകൾക്ക് അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അഡ്വാൻസ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ വാഹനം എന്ന നിലയിലാണ് RLD കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ജാട്ട്സിനോ അല്ലെങ്കിൽ യാദവ്സിൻ്റെയോ എക്സ്ക്ലൂസീവ് പാർട്ടികളല്ലെങ്കിൽ പോലും പശ്ചിമ ഉത്തർപ്രദേശിൽ ജാട്ടുകളും
പിന്നെ പല സമൂഹ വിഭാഗങ്ങളും പർട്ടിക്കുലർലി ചില മേഖലകളിൽ മുസ്ലിങ്ങൾ, ചില മേഖലകളിൽ ദളിത് വോട്ടുകളൊക്കെ ഒന്ന് ചേർന്നാണ് ഈ RLD എന്ന് പറയുന്ന സംഘടനയുടെ, രാഷ്ട്രീയ സംഘടനയുടെ ഒരു സാമൂഹ്യ അടിത്തറ. അപ്പോൾ RLD ഇന്ത്യ അലയൻസിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അലയൻസിലേക്ക് പോകുന്നതിനുള്ള പല ചാഞ്ചാട്ടങ്ങളും കഴിഞ്ഞ മാസങ്ങളിൽ നടത്തി അവസാനം അവർ ചെന്നെത്തി നിൽക്കുന്നത് BJPയുടെ പാളയത്തിലാണ്. അപ്പോൾ അത് ജാട്ടുകളെ മൊത്തത്തിൽ BJPയിലേക്ക് കൊണ്ടുവരുന്നു എന്ന ചോദ്യം, ഒരു വിഭാഗം ജാട്ടുകൾ കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ തന്നെ പർട്ടിക്കുലർലി അസംബ്ലി ഇലക്ഷനിൽ ജാട്ട് പാർട്ടിയായ RLDക്ക് പ്രത്യേകിച്ച് സ്റ്റേക്കൊന്നുമില്ലാത്ത അസംബ്ലി ഇലക്ഷനിൽ BJPയോട് ഒപ്പം നിന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള പ്രവണത ജാട്ടുകൾ കാണിച്ചിട്ടുണ്ട്. രണ്ട്, പശ്ചിമ ഉത്തർപ്രദേശിൽ പല വർഗീയ സംഘർഷങ്ങളും മൂലം കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായി വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്ന ഒരു മേഖലയാണ് വെസ്റ്റേൺ ഉത്തർപ്രദേശ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് RLDയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജാട്ട് സോഷ്യൽ ബേസിനെ തന്നെ നിലനിർത്തണമെങ്കിൽ അത് സമാജ്വാദി പാർട്ടിയോടും കോൺഗ്രസിനോടും ഒപ്പം അവർക്ക് ഒരുപക്ഷെങ്കിലും നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ധാരണയിൽ അടിസ്ഥാനമായിട്ടായിരിക്കാം ജയന്ത് ചൗധരി തൻ്റെ പാർട്ടിയുമായി BJPയിലേക്ക് എത്തുന്നത്. അപ്പോൾ BJPയിലേക്ക് എത്തുമ്പോൾ ഈ RLD എന്ന് പറയുന്ന പാർട്ടിയുടെ വ്യക്തിത്വം, ഒരു സ്വതന്ത്ര വ്യക്തിത്വം ഒരു പരിധിവരെ അടിയേറ വിൽക്കുകയാണെങ്കിൽ പോലും BJPയുമായിട്ടുള്ള ഒരു സന്ധിയിലൂടെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ കുറച്ചു കാലം കൂടി സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ആ കരുനീക്കം നടത്തിയിരിക്കുന്നത്. അത് BJPക്ക് കാര്യമായ രീതിയിലുള്ള ബെനിഫിറ്റ്സ് വെസ്റ്റേൺ UPയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കോൺഗ്രസിന് വലിയ തകർച്ച ഉണ്ടായെങ്കിലും BJP എതിരിടാൻ തുല്യശക്തിയായി തന്നെ സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിലുണ്ട്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയും അതുതന്നെയാണ്. കോൺഗ്രസ് സമാജ്വാദി പാർട്ടികളുടെ സീറ്റ് വിഭജനമാണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ നേട്ടമായി വിലയിരുത്തുന്നത്. എന്നാൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് നൽകിയ 17 സീറ്റുകളുടെ നിലവിലെ സ്ഥിതി എന്താണ്? സോണിയാഗാന്ധി മത്സരിച്ച റായ് ബറേലിയാണ് പ്രധാന മണ്ഡലങ്ങളിൽ ഒന്ന്. കണക്കുകൾ നോക്കി നോക്കാം. അവിടെ 56.6% വോട്ടാണ് കോൺഗ്രസ് നേടിയത്. അതായത് ഈ 17 മണ്ഡലങ്ങളുടെ കാര്യമാണ്. അമേഠിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു. അവിടെ 44.1% വോട്ടാണ് അവിടെ കോൺഗ്രസിനുള്ളത്. ഇത്തവണ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ അമേഠിയിൽ ജയിക്കാമെന്ന് കോൺഗ്രസ് പ്രതീക്ഷയുണ്ട്. പക്ഷേ സ്മൃതി ഇറാനിയെ തന്നെ ഇറക്കി സീറ്റ് നിലനിർത്തുമെന്ന് BJP വ്യക്തമാക്കുകയും ചെയ്യുന്നു. കാൺപൂരാണ് കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു മണ്ഡലം. 37.09% വോട്ടുകളുള്ള സ്ഥലമാണ്. സഹാറൻപൂർ, ഫത്തേപൂർ സിക്രി എന്നിവിടങ്ങളിൽ 16%-ലധികം വോട്ടുണ്ട്. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇറങ്ങുമ്പോൾ കോൺഗ്രസിന് വിജയപ്രതീക്ഷയില്ല. പക്ഷേ 14.5%-ൽ നിന്ന് വോട്ട് വിഹിതം കൂട്ടുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ബാരാബങ്കിയിൽ 13.9% വോട്ടാണ് കോൺഗ്രസിനുള്ളത്. സീതാപൂർ, ഗാസിയാബാദ്, ഝാൻസി, മഹാരാജ്ഗഞ്ച്, ദിയോറിയ എന്നിവിടങ്ങളിലൊക്കെ കോൺഗ്രസിന് 10%-ൽ താഴെയാണ് വോട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ഡലങ്ങളിലും സമാജ്വാദി പാർട്ടി പിന്തുണയോടെ വോട്ട് വിഹിതം കൂട്ടാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. അലഹബാദ്, ബുലന്ദ്ഷഹർ, മഥുര, അമ്രോഹ, ബാൻസ്ഗോൺ എന്നിവിടങ്ങളിലാകട്ടെ 5%-ൽ താഴെയാണ് കോൺഗ്രസിന്റെ വോട്ട്. ഇന്ത്യ മുന്നണിക്ക് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ എന്തു ചെയ്യാനാകും എന്നാണ് ഇനി അറിയേണ്ടത്. ശ്രീ വർഗീസ് കെ ജോർജിലേക്ക് വീണ്ടും. ശ്രീ വർഗീസ് കെ ജോർജ്, ഇപ്പോൾ 17 മണ്ഡലങ്ങൾ ഇപ്പോൾ സഖ്യവുമായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് നൽകിയിരിക്കുന്നു. അവിടെ കോൺഗ്രസിന് പ്രതീക്ഷ വയ്ക്കാനാകുമോ? SP-യുടെ സഹായത്തോടെ വിജയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം എത്രത്തോളം കോൺഗ്രസിനുണ്ട് എന്നാണ് കരുതേണ്ടത്? SP കോൺഗ്രസ് സഖ്യം കൊണ്ട് എന്താണ് ഉത്തർപ്രദേശിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ക്യാമ്പയിനൊക്കെ ഒന്ന് ചൂടുപിടിച്ചതിന് ശേഷം അത് വിലയിരുത്തുന്നതിലാണ് അർത്ഥമാണ്. കാരണം ഈ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ എല്ലാ മേഖലകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ ഒരു അടിയൊഴുക്കുകൾ അത് കണ്ടെത്താൻ ഒരുപക്ഷെങ്കിൽ ഏറ്റവും സങ്കീർണമായ ചില അടിയൊഴുക്കുകൾക്ക് പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിലെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ BJPയാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ ഫോർമേഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ BJP ഇന്നുവരെ 2014 മുതൽ 2024 വരെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP ഉത്തർപ്രദേശിൽ കെട്ടിയെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ ഒരു സാമൂഹ്യ സോഷ്യൽ കോയലിഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സോഷ്യൽ കോയലിഷനാണ്. അവിടെ നടന്നിരിക്കുന്നത് ഒരു ഹിന്ദു കൺസോളിഡേഷനും ഒരു മുസ്ലിം എക്സ്ക്ലൂഷനും, ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു രാഷ്ട്രീയ അടിത്തറയാണ് BJP കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വെല്ലുവിളിയായി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചു നിന്നാൽ വേറെ ഒരു സാമൂഹിക ഒരു സോഷ്യൽ കോalition ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്തേണ്ട ചോദ്യം. നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ദിശാസൂചിക, അല്ലെങ്കിൽ ഇത് അനലൈസ് ചെയ്യുവാനുള്ള ഒരു ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഉദാഹരണം? ഇപ്പോൾ 2019 സമാജ്വാദി പാർട്ടിയും BSPയും ഒന്നിച്ചു നിന്നാണ് ഉത്തർപ്രദേശിലെ പാർലമെൻറ്റ് ഇലക്ഷൻ നേരിട്ടത്. 2014 ഇവർ രണ്ടുപേരും മാറി നിന്ന് നേടിയെടുത്ത വോട്ട് ശതമാനത്തേക്കാൾ അതൊന്നിച്ചു ചേർന്നപ്പോൾ അവരുടെ രണ്ടുപേരുടെയും വോട്ടിംഗ് ശതമാനം ഒന്നിച്ചു ചേർന്ന് ഒരു അലയൻസിൽ വരുന്നില്ല. അതിൻ്റെ കാരണം ഈ പറയുന്ന പാർട്ടികൾക്കൊക്കെ തന്നെ ഇവർക്ക് പരസ്പരമുള്ള ചില റൈവലറീസ് ഉണ്ട്. ആ റൈവലറീസ് ഇവർ ഒന്നിച്ചു വന്നു കഴിയുമ്പോൾ അവരുടെ റൈവലറി മൂലം ഈ സമൂഹങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പല വിഭാഗങ്ങളും അത് ഒരു പക്ഷേ BJPയിലേക്ക് അവരെ തള്ളുന്ന ഒരു എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടി ഒന്നിച്ചു നിന്ന് കഴിയുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സാമൂഹിക വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉറപ്പായിട്ടും അതിന് സപ്പോർട്ട് കിട്ടും എന്ന് നമുക്കിന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ നമ്മൾ മുമ്പേ ജാട്ട് വിഭാഗത്തെപ്പറ്റി പറഞ്ഞതുപോലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ യാദവരും ജാട്ടുകളും അസംബ്ലി തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നൊരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ആവുകയും, കാരണം അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ പ്രത്യേകിച്ച് കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് യാദവ സമൂഹം നീങ്ങുകയും അതിൻ്റെ ഒരു ടാക്ടിക്കൽ എക്സ്പ്രഷനായി അവർ ചില മേഖലകളിലെങ്കിലും BJPയോടൊപ്പം പോവുകയും ചെയ്യുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് അലയൻസിന് പിന്നിൽ ഒരേ ഒരു സമൂഹ വിഭാഗം മാത്രമാണ് സോളിഡ്ലി അണിനിരക്കാനുള്ളത്, അതായത് മുസ്ലിങ്ങൾ. അതിനുശേഷം ചില മേഖലകളിൽ അഖിലേഷ് യാദവിൻ്റെ അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില മേഖലകളിൽ അവിടെയൊക്കെ സമാജ്വാദി പാർട്ടിക്ക് കാര്യമായ വേരോട്ടമുണ്ട്, അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞേക്കാം. ഇതിനപ്പുറത്തേക്കുള്ള ഒരു വൻതോതിൽ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അലയൻസിന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹിന്ദു സമൂഹ വിഭാഗങ്ങളിൽ, അതായത് യാദവരല്ലാത്തുള്ള പിന്നോക്ക വിഭാഗങ്ങളും ദളിതരും മായാവതിയുടെ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു അപജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദളിത് വിഭാഗങ്ങളും യാദവരല്ലാത്ത പിന്നോക്ക വിഭാഗക്കാരും ഒരു കൺസിഡറബിൾ എമൗണ്ടായി സമാജ്വാദി പാർട്ടിയോടും കോൺഗ്രസിനോടും ഒപ്പം അണിനിരക്കുകയാണ് എങ്കിൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മുദ്രാവാക്യം, സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ, കാസ്റ്റ് സെൻസസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ സമൂഹ വിഭാഗങ്ങൾക്കിടയിലേക്ക് ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുകയും അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന ആ ചലനം ഒരു പൊളിറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് മാറുകയും ചെയ്യുന്ന അവസരത്തിൽ മാത്രമാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് അലയൻസിന് UPയിൽ ഒരു കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുക. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുവാനുള്ള, നമുക്ക് ഇച്ചിരൂടെ ക്യാമ്പയിനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമേ അത് പറയാൻ കഴിയുള്ളൂ. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ഈ അലയൻസിൻ്റെ ഒരു പൊളിറ്റിക്കൽ പിച്ച് എന്ന് പറയുന്നതാണ്, അതായത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അധസ്ഥിത വിഭാഗങ്ങളോട് പറയുന്നത് BJPയുടെ ഭരണം മൂലം നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ ഈ SP കോൺഗ്രസ് അതിന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം, ജാതി സെൻസസുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതൊരു പക്ഷെങ്കിൽ ഒരു സാമൂഹിക ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേക്കുറിച്ച് ഒന്നും തീർത്തു പറയുവാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യമായ വ്യക്തതയോടുകൂടി പറയുവാനുള്ള ഒരു സാഹചര്യം പോലും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. വർഗീസ് കെ ജോർജ്, ഇപ്പോൾ റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്ക എത്തുന്നു. പ്രിയങ്കയുടെ കന്നി മത്സരം റായ്ബറേലിയിൽ നിന്ന് ആണ് എന്ന് കേൾക്കുന്നു.
അവിടെ വിജയിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ ഏതായാലും കോൺഗ്രസിനുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ മാത്രമായിരുന്നു കോൺഗ്രസ് നേടാനായത്. ഇത്തവണ ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തിന്റെ സഹായത്തോടു കൂടി കോൺഗ്രസിന് എത്രത്തോളം മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള കണക്കുകൂട്ടൽ. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയം മൂലം ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് കാര്യമായ എന്തെങ്കിലും ചലനം ഉണ്ടാക്കിയെടുക്കുവാനോ ഒരു മുന്നേറ്റം നടത്തുവാനോ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ നമ്മളുടെ വിശകലനം വെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം വെച്ചോ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിചിതമായ ഏറ്റവും ശക്തമായ കോൺഗ്രസിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇന്നും ഒരുപക്ഷെങ്കിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുമാണ്. പ്രിയങ്ക ഗാന്ധി അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് റോൾ എന്നതിനപ്പുറത്തേക്കായിട്ട് ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെയോ ഒരു സെൻട്രൽ ക്യാരക്ടറായി ഉയർന്നു വരുവാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് ആ രീതിയിലുള്ള ആഗ്രഹമുണ്ടോ, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായ സൂചനകളൊന്നും റീഡ് ചെയ്യാൻ കഴിയുന്നില്ല. നരേന്ദ്രമോദി വാരാണസി ഉറപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന ഉത്തർപ്രദേശിന്റെ ചിത്രം മാറ്റുമോ? കാത്തിരിക്കാം. അടുത്ത നിർണായക സംസ്ഥാനവുമായി എക്സ് ഫാക്ടർ ഇനി അടുത്തയാഴ്ച.